ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ടിനെതിരെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. സ്കൂൾ മാനദണ്ഡ പ്രകാരമുള്ള നിലപാടിൽ ഉറച്ചുതന്നെ മുന്നോട്ടു പോകാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. വിഷയം വളച്ചൊടിക്കാൻ ചിലർ ശ്രമിക്കുന്നതായും സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, വളരെ സമവായത്തിൽ അവസാനിച്ച വിഷയമാണ്. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു പ്രസ്താവന നടത്തുന്നു. വളരെ പ്രകോപനപരമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഒടുവിൽ വിഷയം ഹൈക്കോടതിയിലേക്ക് വീണ്ടും എത്തുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഹി, ഈ ഹിജാബ് വിവാദത്തിൽ ഇന്ന് ഈ സ്കൂൾ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ഇതിന് കാരണം ഈ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിനെതിരെയാണ്. വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ നൽകിയ റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണ് എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. കുട്ടിയെ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. കഴിഞ്ഞ 7-ന് ഈ കുട്ടി ഹിജാബ് ധരിച്ച് ആദ്യമായി സ്കൂളിലെത്തുന്നു. അന്ന് തന്നെ രക്ഷകർത്താക്കളെ വിളിച്ച് വരുത്തി കാര്യം പറയുക മാത്രമാണ് ചെയ്തത്. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ആ സ്കൂളിൽ ചില സെലിബ്രേഷൻസ് ആയിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ തന്നെ കുട്ടി സ്കൂളിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവായി ആ ദിവസങ്ങളിൽ CCTV ദൃശ്യങ്ങളടക്കമാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും സ്കൂൾ മാനേജ്മെൻറ്റ് ഇക്കാര്യത്തിൽ അവരുടെ ഒരു ഭാഗം പറയുന്നത് സ്കൂളിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, യൂണിഫോം കോഡുണ്ട്. ഹൈക്കോടതി വിധി അനുസരിച്ച് ഓരോ മാനേജ്മെൻറ്റിനും നിശ്ചയിക്കാം, അതായത് സ്കൂൾ മാനേജ്മെൻറ്റിന് അവിടുത്തെ യൂണിഫോം ഏത് രീതിയിലാണെന്ന് നിശ്ചയിക്കാം. അങ്ങനെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിനും കൃത്യമായ ഒരു യൂണിഫോം കോഡുണ്ട്. ആ യൂണിഫോം കോഡ് അനുസരിച്ചാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ യൂണിഫോം ധരിച്ചു വരുന്നത്. ഹിജാബ് ധരിച്ച് ആ കുട്ടി വന്നത് ആ 7-ാം തീയതിയാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, അധ്യയന വർഷം ആരംഭിച്ച് 4 മാസം പിന്നിടുന്നു. ആ ഒരു ദിവസം പോലും വന്നിട്ടില്ല. പിന്നീട് പെട്ടെന്നൊരു ദിവസം കഴിഞ്ഞ 7-ാം തീയതി ഇത്തരത്തിൽ ഹിജാബ് ധരിച്ചെത്തുന്നു. അപ്പോൾ ആ സ്കൂളിലെ യൂണിഫോം കോഡ് ഉള്ളതല്ല ഈ ഹിജാബ്. ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചറിയിക്കുക മാത്രമാണ് ചെയ്തത്. കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി തന്നെ സ്കൂൾ അധികൃതർ പറയുന്നുണ്ട്. ടീച്ചർമാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ കുട്ടിയെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിരുത്തിയത്. അതിനുശേഷം മാതാപിതാക്കളെ വിളിപ്പിക്കുകയായിരുന്നു. അല്ലാതെ കുട്ടിയെ പുറത്താക്കി എന്നൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ടിൽ കുട്ടിയെ പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. ആ റിപ്പോർട്ടുകളെല്ലാം വസ്തുതാവിരുദ്ധമാണ്. മാത്രമല്ല, സ്കൂളിനെതിരെ പ്രചരിക്കുന്ന കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണ്. ഇതിന് പിന്നിൽ ഒരു കൂട്ടം ആളുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം PTA പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് കൃത്യമായി ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയിൽപ്പെട്ട നിരോധിത ഭീകരവാദ സംഘടനയിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നുണ്ട്. ഈ ആളുകൾ തൃപ്പൂണിത്തുറ ഭാഗത്തുള്ളവരാണ്. അന്ന് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായപ്പോൾ കുട്ടിയുടെ രക്ഷിതാവ് ഫോൺ ചെയ്തതനുസരിച്ച് വന്നുകൂടിയ ആളുകളിൽ കൃത്യമായി തീവ്ര ഇസ്ലാമിക സംഘടനയിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. മനഃപൂർവ്വം കുറേ പ്രശ്നങ്ങളുണ്ടാക്കി ആ ഒരു രംഗം വഷളാക്കാനുള്ള ശ്രമത്തിലേക്ക് പോയി. അപ്പോഴാണ് അവിടുത്തെ പ്രധാന അധ്യാപിക പോലീസിനെ വിളിച്ചതും പോലീസ് എത്തിയതും ഒക്കെ തന്നെ. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ സ്കൂളിനെതിരെ വ്യാപകമായ പ്രചരണം നടക്കുന്നു. ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന രീതിയിലൊക്കെയുള്ള പ്രചരണമായിരുന്നു നടന്നത്. എന്തായാലും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു കാര്യം സ്കൂൾ അധികൃതർ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്, സ്കൂളിൻ്റെ കൃത്യമായ യൂണിഫോം കോഡ് ഇതനുസരിച്ച് വേണം സ്കൂളിലെത്താൻ. അത് ഈ കുട്ടിയുടെ രക്ഷിതാവ് സ്കൂൾ അധികൃതർ വിളിപ്പിച്ച ഒരു മീറ്റിങ്ങിലും ഒപ്പം തന്നെ MP-യുമായി നടത്തിയ ആ ഒരു ചർച്ചയിലുമൊക്കെ തന്നെ ഈ കുട്ടി സ്കൂളിൻ്റെ യൂണിഫോം കോഡ് അനുസരിച്ച് സ്കൂളിലേക്ക് വരാം എന്ന് രക്ഷിതാവ് പറയുന്നുണ്ട്. ആ സമയത്ത് അത്തരത്തിൽ രമ്യമായ ഒരു പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചതും ഈ കുട്ടിയെ ഹിജാബ് ധരിച്ചുകൊണ്ട് മതവിശ്വാസങ്ങളൊക്കെ തന്നെ അതിനെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് സ്കൂളിലേക്ക് ഹിജാബ് ധരിച്ച് പ്രവേശിപ്പിക്കണമെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. പക്ഷേ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അനവസരത്തിൽ ചെയ്തതാണ്. കാരണം മന്ത്രി കാര്യം അറിയാതെയാണ് ഇത്തരത്തിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയല്ല വേണ്ടത്, കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു വേണ്ടത്. പക്ഷേ അത് അറിയാതെ, കാര്യമറിയാതെ സ്കൂളിനെതിരെ ഇത്തരത്തിലൊരു വർഗീയത വളർത്തുന്ന രീതിയിലുള്ള ഒരു ഉപ ഡയറക്ടറുടെ റിപ്പോർട്ടിനെതിരെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് നിഷ ദിലീപാണ് കൊച്ചിയിൽ നിന്ന്.